അപ്പാ തോമാച്ച എണീറ്റാ? അവൻ എണീക്കുന്ന സമയം നിനക്ക് അറിയാമല്ലോ. 11 മണിയാകാൻ എണീക്കും. അവൻ എണീക്കുമ്പോഴേ ആ ബാങ്കിലൊക്കെ മെയിലേക്കാൻ വേണം. ഓക്കെ ഓക്കെ ഓക്കെ. ജോസാണ്. നീ എവിടെ? ബാങ്കിലാ? മറ്റേ ആൾ വന്നിട്ട് ആ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. ആണോ? ആ എന്നാൽ രാത്രി കാണാം. ഓക്കെ ഓക്കെ. നിന്റെ ഒടുക്കത്തെ കളി ഒന്ന് നിർത്ത്. അപ്പനെന്തേടാ? അവിടെ ഫുഡടിയാണ്. നോക്കി നീ എന്തെത്ര വൈകിയോ? ഒന്നും പറയണ്ടപ്പാ, ഓഫീസിൽ ഭയങ്കര തിരക്കാറുന്നു. നീ ബാങ്കിൽ പോയിരുന്നോ? ഞാൻ പോയായിരുന്നപ്പാ. ഫണ്ട് നാളെ ശരിയാവുള്ളൂ. ഇതെന്താടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? വായിൽ വെച്ച് തിന്നാൻ കൊള്ളില്ല. അവരെന്തേ? തോമാച്ച നിന്നെ അപ്പം വിളിക്കും. മനുഷ്യരെ വെറുതെ ഇരുത്തൂലല്ലേ. നീ ഇങ്ങോട്ട് വന്നേ. എന്താണപ്പാ? എൻ്റെ തോമാച്ച നീ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഉപ്പുമില്ല, എരിവുമില്ല, ഒന്നുമില്ല. എന്താടാ ഇത്? അതെന്താ ഏട്ടാ കുഴപ്പം? ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പനും എല്ലാം സുഖമായിട്ടായിരിക്കും. നീ അടുക്കള പഴയ കറികളുണ്ട്. അപ്പനും മോനെന്താ ഉദ്ദേശിക്കണ? ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല. രാവിലെ മുതൽ പണിയെടുത്തിട്ട് വൈകുന്നേരം റെസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ അതിനും സമ്മതിക്കുള്ള. നീ അത് വിട്ടുകളാ. നമ്മുടെ അപ്പനല്ലേ, ക്ഷമിക്കാൻ പാടില്ല. അപ്പൻ അങ്ങനെ പലതും പറയും. എത്ര വരും പറഞ്ഞു. ചേട്ടനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൂല. ചേട്ടൻ കെട്ടാണ്ട് അനിയന് കെട്ടാൻ പറ്റൂല. അപ്പം ഞാൻ എന്നിട്ട് ചെയ്യണ്ടപ്പാ. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യും. നാളെ തന്നെ നിനക്ക് ഞാനൊരു പെണ്ണിനെ പോയി കണ്ട് അടുത്ത ആഴ്ച പെണ്ണ് കിട്ടിച്ചേരാം. പോരെ? അപ്പനെ എന്തുകൊണ്ടേ പറഞ്ഞു. അവരെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് അപ്പന് വേറെ പണിയൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഉച്ചക്കത്തെ ഇച്ചിരി കറിയുണ്ട്, അത് ഞാൻ എടുത്തുകൊണ്ട് വരാം. നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചപ്പാ. ഞാൻ കിടക്കാൻ ഭയങ്കര ക്ഷീണം. അപ്പാ അവനോട് വാതിലടച്ചേക്കാൻ പറഞ്ഞേക്കട്ടെ. ഇന്നാട്ട് അറിയും. പിന്നെ എന്നെ വിളിക്കരുത് കേട്ടാ.
നിൽക്കുക ജോസേ ജോസേ എടാ ജോസേ 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 എന്താ പ്രശ്നം എന്തേ എടാ വീട്ടിൽ കള്ളം കയറിടാ അവനെ തള്ളിയിട്ടുണ്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് എന്താ വണ്ടി എടുക്കണം അവനെ എങ്ങോട്ടോ ഓടിയെന്നല്ല അറിയൂ അവനെ അങ്ങോട്ട് ഓടിയതേ നമുക്ക് നോക്കാം സമയം കളയണ്ട. ഇടാ ഈ വഴിയായിരിക്കും അവനെ ഓടിയേക്കുന്നത് ഈ വഴി അധികം പോകാനില്ലല്ലോ ഇതവിടം വരെ ഉള്ളൂ എന്നെ തള്ളിയിട്ട് അവൻ ഇങ്ങോട്ട് ഓടിയേക്കണം പോട്ടെ 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 ഇങ്ങോട്ട് പോയി അവനെന്താ എന്തായാലും പിടിക്കണം ഇവിടെ കാണുമല്ലോ ഇതവിടം വരെ ഉള്ളു വഴി പിന്നെ ഇല്ല പരുങ്ങണ്ടല്ലോ അവിടെ ഇവനാണോ അവന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടേ ഹെൽമെറ്റ് ഇപ്പൊ ഓടുന്ന സമയത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പാടില്ലേ നോക്കി ഇവനാണ് ആ ഇതിനെ പോലെ ഹെൽമെറ്റ് ഇവിടുത്തെ പരുങ്ങണ്ടല്ലോ വണ്ടി വിട് വണ്ടി വിട് വണ്ടി വിട് പോട്ടെ 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 അവൻ അങ്ങോട്ട് ഓടിക്കറി പിടിക്കണ്ട ഇവനാണോ നോക്കണം ഇവനാണോ ആ ഇവ തന്നെയാണോ നീ എങ്ങനെ എന്റെ വീട്ടിൽ കയറി നീ എന്തുകൊണ്ടാ പറയണ എന്താ കാണിക്കാം ഇപ്പൊ മനസ്സിലാടാ ഞാൻ ആരാന്ന്. മക്കളെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ ഞങ്ങൾ പോകണം എനിക്ക് പോണം ഹോസ്പിറ്റലിലേക്ക് പോട്ടണം അയ്യോ അമ്മേ പിള്ളേര് എട്ടങ്ങാറായി കളഞ്ഞല്ലോ എടാ ജോസേ ആ ഇതാ ചെരുപ്പ് എടുക്കണ്ട കള്ളൻ്റെ തോന്നുന്നു നീ അതെടുക്ക് എന്ത് കാര്യം നീ അതെടുത്തേ നിർത്താന്ന പണ്ടാറങ്ങാൻ അതുകൊണ്ടേ ഒരാവശ്യമുണ്ട് എന്താ ആവശ്യമാണ് ഇനി ഞാൻ പറയാം ജോസേ ഞാൻ പറഞ്ഞില്ലേ എന്ത് അടുത്ത ചെരുപ്പ് തീർന്നില്ലേ നീ എടുക്ക് എനിക്ക് നടക്കാൻ പോലും പറ്റില്ല തോറ്റു പോട്ടെ പോട്ടെ ഇനി ഇതുകൊണ്ട് എന്താടാ പരിപാടി പരിപാടി ഉണ്ട് അടുത്ത തല്ലുകൊള്ളാനാണോ ഉറക്കത്തിൽ കിടന്ന് എന്നെ കൊണ്ടുവന്ന് ഈ രീതിയിൽ നീ ആക്കിയത്
നീ എന്തിനാടാ എന്നെ കൊണ്ട് ഈ ചെരുപ്പ് ഇടിപ്പിച്ചത്? എടാ അതിൽ കാര്യമുണ്ട്. ഇവിടെ അടുത്തേ ഒരു സ്വാമിയുണ്ട്. ഏത് സ്വാമിയാ? അയാളുടെ അടുത്ത് കൊണ്ട് ഈ ചെരുപ്പ് കൊടുത്താൽ ഇതിന് ഉടമസ്ഥന് അയാൾ ഏകദേശം രൂപം പറഞ്ഞു തരും. നീ ഒരു കാര്യം ചെയ്യാം, ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോ, എന്നിട്ട് ബാക്കി കാര്യം. നടക്കൂടാ. അയാൾ പേര് കേട്ട സ്വാമിയാ. അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല. ഇതിന്റെ ഉടമസ്ഥ നടന്നു വന്ന് ചെരുപ്പിട്ടുണ്ട് പോന്ന് പറഞ്ഞേക്കണം. നമുക്ക് നോക്കാം. നടന്നു തന്നെ. രാവിലെ തന്നെ ചെയ്യാനുണ്ടാവും. എടാ എടാ തോമാച്ചാ, ഏട്ടായി എന്ത് പറ്റിയാ? ജോസേട്ടാ എന്ത് പറ്റിയാ? നീ മിണ്ടരുത്. നിന്നോട് ഇന്നലെ വാതിലടക്കാൻ പറഞ്ഞാലോ തോമാച്ച? ഞാൻ വാലടിച്ചാണല്ലോ ഏട്ടാ. നീ വാതിലടച്ച് എന്നിട്ട് എന്താ ഉണ്ടായ ജോസേട്ടാ? ബാക്കിയുള്ള കൈയും കാലും ഒളിഞ്ഞു. എന്തുണ്ടായെന്നാ? ഇന്നലെ അവിടെ മാത്രം വെള്ളം കയറി. അവര് ഓടിച്ചു വിടാനായിട്ട് അതിന്റെ പുറകെ ഓടിച്ചു വന്നത് കുറച്ച് പിള്ളേരടാ. അവര് ശരിക്കിട്ട് തല്ലിയടാ. ആണോ? ഇതാര് ചെരുപ്പ് ബക്കറ്റിന്റെ വെള്ളം വെച്ചാണോ? അല്ലടാ തോമാച്ച, ഇത് ആരെ ചെരുപ്പാ? എന്റെ ചെരുപ്പ്. ഞാൻ ഇന്നലെ പട്ടി അടിക്കാതിരിക്കാൻ വേണ്ടി കാറിന്റെ മേലെ വെച്ചാണ്. ഈ ചെരുപ്പാ? ഈ ചെരുപ്പ് പട്ടടിക്കാതിരിക്കാനാ? സ്വാമി പറഞ്ഞത് കറക്റ്റാണല്ലേ? ശരിയല്ലേ? സ്വാമി പറഞ്ഞ പോലെ തന്നെ ചെരുപ്പിന്റെ ആളും ചെരുപ്പിട്ടുണ്ടോ വേണ്ട. നീ മെണ്ണയുടെ പൊക്കം കൊടുത്ത്